ഹലോ മൈ ബ്യൂട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അലോവേര പൗഡർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം എന്നാണ്. അലോവേര ജെൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. താഴെ കാർട്ടിൽ ലിങ്ക് ഇടാം. അപ്പോൾ അലോവേര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണെന്ന് അല്ലേ. അലോവേരയിലുള്ള വൈറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നല്ല ഫ്രഷ് അലോവേര, നാച്ചുറൽ അലോവേര യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമുക്ക് അലോവേര ജെൽ എല്ലാവർക്കും അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് അലോവേര ജെൽ കൊണ്ട് പൗഡർ ഉണ്ടാക്കി ഇതുപോലെ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്യാം. കുറേ നാളിങ്ങനെ കേടാവാതെ ഇരിക്കും. ആവശ്യത്തിനടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് അലോവേര പൗഡർ ഉണ്ടാക്കാമെന്ന്. ഞാനപ്പോൾ ഒരു 4 അലോവേരയുടെ തണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ ഈ കട്ട് ചെയ്ത ഭാഗം താഴേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കറ്റാർവാഴ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവർക്കും അലർജിയും ചൊറിച്ചിലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫ്രഷ് കറ്റാർവാഴ നമ്മൾ തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മുറിച്ച ഭാഗം താഴേക്കായിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതിലൊരു മഞ്ഞ കളർ ദ്രാവകം ഉണ്ടാവും, അത് ഫുള്ളായിട്ട് അങ്ങനെ ഇറങ്ങിപ്പൊക്കോളും. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഏതൊരു DIY ചെയ്യാനും. അപ്പോൾ പാത്രത്തിൽ നമ്മളിങ്ങനെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു യെല്ലോ കളർ ദ്രാവകം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കറ്റാർവാഴയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അതുപോലത്തെ പൊടിയും അഴുക്കൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള മുള്ളുകളില്ലേ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കറ്റാർവാഴ പൗഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് DIYസിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേവറേറ്റ് ഫേസ് പാക്കിൽ ഇത് ആഡ് ചെയ്യാം, പിന്നെ ഹെയർ പാക്കിൽ ആഡ് ചെയ്യാം, ബാത്ത് പൗഡർ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, കാരണം ഇത് 100% നാച്ചുറൽ ആണല്ലോ. കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. എത്രത്തോളം ചെറിയ പീസാക്കുന്നോ അത്രയും വേഗത്തിൽ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ തണ്ടും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ പൊളിത്തീൻ ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ആ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത കറ്റാർവാഴയുടെ തണ്ടുകൾ ഇതിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് വെയിലത്ത് വെക്കാം. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇത് പൊടിക്കാനായിട്ടുള്ള പാകമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിയുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന ജാറിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, അതായത് ഈർപ്പം ഉണ്ടാവാൻ പാടില്ല എന്ന്. നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള അലോവേര പൗഡർ നമുക്ക് കിട്ടും. ആ 4 കറ്റാർവാഴത്തണ്ട് ഉണക്കി പൊടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും പൗഡറാണ്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ആ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒട്ടും ഈർപ്പുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ എടുക്കുന്ന സ്പൂണിലും ഈർപ്പുണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമാണ് നമുക്കിത് കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അലോവേര പൗഡർ ഉണ്ടാക്കി നോക്കാം, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.